ചേച്ചി പറയാറുണ്ടോ എന്തെങ്കിലും വീഡിയോ ദാസേട്ടാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാലോ, അവക്കറിയാം ആരോ ആക്ടർ എന്ന് പറയാം. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ഒരു ആക്ടർ അല്ല. സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ അല്ല, അതിനുശേഷമുള്ള നമ്മളെ തങ്കമണി സിനിമ, അവരൊക്കെ വൈഫായിട്ടും അതുപോലെ തന്നെ അമ്മയായിട്ടും ധാരാളം സ്ത്രീകളോട് അഭിനയിച്ചിട്ടുണ്ട്. അവരോട് അഭിനയിച്ചിട്ടുണ്ട്. റാണി സിനിമ എനിക്ക് തോന്നുന്നു എന്റെ വൈഫ് ആയി ക്യാരക്ടർ ചെയ്ത ആള് അതിന്റെ വില്ലനെ കൊല്ലുന്ന സീനാണ്. അപ്പൊ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ആ സീനിൽ എന്റെ വൈഫായി അഭിനയിച്ച ആളെ. ആ സമയത്ത് നമ്മളെ കഥാപാത്രമാണ്, നമ്മുടെ ആക്ടിങ് ചെയ്യാണ്. സിനിമയില് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ക്രിറ്റിസിസം കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം റീൽസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ആളുകൾ അങ്ങ് റീൽസ് നോക്കുമ്പോൾ ആൾക്കാർ ചെയ്തവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കും, ഫീമെയിൽ അക്കൗണ്ട് നോക്കും, മെയിൽ അക്കൗണ്ട്, ഇതെന്താ അവര് തമ്മിൽ ഇതൊക്കെ ഞാൻ പറയും. ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ നെഗറ്റീവുകൾ ധാരാളം ഉണ്ട് കാര്യത്തിൽ. അവരെ കുരയ്ക്കും ചിത്രമാണ്. ആ കുരയ്ക്കുമ്പം നമ്മൾ പിറകോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. അതെ, ദാസേട്ടനെ അത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. തീർച്ചയായും ആദ്യത്തെ വീഡിയോസ് മുതൽ ദാസേട്ടനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോസിന്റെ ദാസേട്ടന് ഭയങ്കര ചേഞ്ച് ആണ്. ഭയങ്കര ചേഞ്ച് എന്ന് നമ്മൾ വിചാരിക്കാത്തത്ര ചേഞ്ച് ആണ്. ദാസേട്ടൻ എങ്ങനെയാ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സീനിയറായ റീൽസോളി എന്ന് പറയാം. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കാൻ ഒരിക്കലും തോന്നരുത്. ഞാൻ ടിക്ടോക്ക് മുതലേ എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം അറൌണ്ട് ഒരു 3000 ചില്ലാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയില് മാത്രം. ഫേസ്ബുക്കിലും വേറെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് ഇപ്പൊ കാണുന്നില്ല, അക്കൗണ്ട് നോക്കിയാലും കാണാം. ധാരാളം വീഡിയോ ഞാൻ പാലാ സജ്ജീകരണൊക്കെ തുടക്കകാലത്ത് വന്നു. അതിനുശേഷം കുറെ പിള്ളേർ വന്നു. സജ്ജീകരൻ എനിക്ക് തോന്നുന്നത് ബിസിനസ്സും കാര്യങ്ങളെ നടക്കുകയാണ്. ഞാൻ കോൺടാക്ട് ചെയ്ത് കുറേ ആയി. അന്ന് മുതലേ വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. വീഡിയോസ് ചെയ്യുന്നത് അനദർ മണി ഉണ്ടാക്കാനേ അല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ഉദ്യോഗസ്ഥനാണ്. എന്റെ ടൈം പാസ് സമയത്ത് ചെയ്യുന്ന സംഗതികൾ മാത്രം. അത് കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത് വൈറലാക്കി, കുറച്ച് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സംഭവിച്ചു പോയ കാര്യങ്ങളാണ്, നമ്മൾ വിചാരിച്ചു വന്ന ഒരാളല്ല. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് റീൽസ് എടുത്തു, അത് പറയാൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം റീൽസ് എടുക്കുക മാത്രമല്ല, സിനിമയാണ്. ഇപ്പൊ 6 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി 1-2 വന്ന് നിൽക്കുന്നുണ്ട്. പറയാറായോ? അല്ല, അത് പറയാനായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും രേണുവും കൂടി ഒക്കെ സിനിമ ഉണ്ടാവും. ഉണ്ടായിക്കൂടാ ഇല്ല, അത് വന്നുകൂടാ ഇല്ല. വരട്ടെ, ഞങ്ങളങ്ങനെ കേറി പോട്ടെ.